മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ അത് പുറത്തെടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മിക്സറിൻ്റെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാന്നും ഒന്ന് ഉറപ്പ് വരുത്തണം. ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ചേർത്തുണ്ടാക്കുന്ന കേക്കിൽ നമ്മൾ നോർമലി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇതൊരു 1 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് വരാം. മിക്സിയുടെ ജാറ് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിനി ലോ സ്പീഡിൽ വേണം ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ 3 മുട്ട ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഏറ്റവും ലോ സ്പീഡിൽ തന്നെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ കൂട്ട് ഇപ്പം ഇരിക്കുന്നത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ 2ആയിട്ടൊന്ന് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഫ്ലേവറിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഫ്ലേവർ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോഴും ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡറിൽ ഒരുപാട് കട്ടകളൊക്കെ ഉണ്ടാകും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരല്പം കട്ടിയായിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുള്ള പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം സമയമെടുത്ത് തന്നെ കട്ടിങ് ആൻഡ് ഫോൾഡിങ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബാറ്റർ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാനിലയുടെ ഫ്ലേവറിലുള്ള ആ ഒരു കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിൽ ഇങ്ങനെ ഇട്ട് ഇളക്കണ്ട. കട്ടിങ് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വാനിലയുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ 2 ബാറ്ററും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ ടിന്നിലേക്ക് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ച് വലുപ്പത്തിലുള്ള സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആദ്യം ഞാനിവിടെ എണ്ണയൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ലൈൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടർ പേപ്പർ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല. എക്സ്ട്രാ ആയിട്ടുള്ള മൈദ ഒന്ന് കൊട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1, 2, 3 പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാനിലയുടെ ഫ്ലേവറിലുള്ള കൂട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്കൊന്ന് പരത്തിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്ന് 2, 3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റിൻ്റെ കൂട്ട് ഞാനവിടെ ബാക്കി വെച്ചിരുന്നു. അതൊരു ഡിസൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചതാണ്. ഇതുപോലെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ലവിൻ്റെ ഷേപ്പ് വരും. ഇത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല.
ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് സാധാരണ മാർബിൾ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് പോലെ ഓരോ തവി വാനില ഫ്ലേവറിലുള്ളതും ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതും മുകളിലായിട്ട് ഒഴിച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അരികുകൾ ഞാൻ ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബേക്കിംഗ് രീതി ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഉപ്പും ഒരു ചെറിയ സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നത് പാത്രം കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു ഉപ്പ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്ക് പാത്രം സെറ്റ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം പാത്രം നല്ല പോലെ തന്നെ ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം ഈ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്ക് ബേക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ വെച്ചിട്ട് തന്നെ കൺവെൻഷൻ മോഡിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്കാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 35 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കേക്ക് നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ചൂട് നല്ല പോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചൂട് നല്ല പോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അരികുകൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമ്മളുടെ കേക്ക് ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 2 ഫ്ലേവറിലുള്ള നമ്മളുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റും വാനില ഫ്ലേവറിലുമാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു കേക്കിൻ്റെ നടുഭാഗം ഒരല്പം കുഴിഞ്ഞു പോയിട്ടുണ്ട്. അതെൻ്റെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫ്ലെയിമിൽ വന്ന ഡിഫറൻസ് കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഈ ഒരു കേക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 35 മിനിറ്റോളം സമയം എന്തായാലും എടുക്കും. ആ ഒരു സമയമാകുന്നത് വരെ തുറന്നൊന്നും നോക്കാതെ ഇരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കേക്ക് കിട്ടും. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. ഇത് 2 ലെയറായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് 2 ഫ്ലേവറും ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ഈസി ആയിട്ട് ഫ്ലേവർ ഡിഫറൻസ് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു കേക്ക് നമ്മളിന്നിപ്പോൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വേറെയും കുറേ കേക്കിൻ്റെ റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.